നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, കോൺഗ്രസ് യുവിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ കരാറായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് അത് തെറ്റിച്ചു എന്നാണ്. അത് ഞാൻ പിന്നീട് പറയാം. ആമുഖമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഈ യോഗയിൽ കൂടി യോഗാസനം വഴി ഹൃദ്രോഗം തടയാമെന്ന് പറഞ്ഞ് പുസ്തകം എഴുതിയ ആൾ 53-ാമത്തെ വയസ്സിൽ ഹൃദ്രോഗം മൂലം മരിച്ചു. കുടിക്കുന്ന വെള്ളം മാത്രമല്ല, ശ്വസിക്കുന്ന വായു വരെയും ടെസ്റ്റ് ചെയ്ത് 200 ഡോക്ടർമാരുടെ അകമ്പടിയോടെ ജീവിച്ച മൈക്കിൾ ജാക്സൺ 50 വയസ്സെത്തിച്ചില്ല. അമിതമായ മരണഭയം വന്നാലും മരിച്ചു. ഇതൊക്കെ സത്യാവസ്ഥ. മറ്റൊന്ന്, ഇന്തോനേഷ്യയിലെ ഭൂകമ്പം, ഒരു അഗ്നിപർവ്വതം പൊട്ടി 10 കിലോമീറ്റർ ഉയരത്തിൽ വരെയും അതിൻ്റെ ലാവയും തീയും ഇടുന്നത്. 10 കിലോമീറ്റർ ഉയരത്തിൽ. അവിടെ വിമാനം പോകുന്നവരും 10 കിലോമീറ്റർ ഉയരത്തിൽ പോകാറില്ലെന്നോ. അപ്പോൾ അത് ഒരുപക്ഷെ ഉറപ്പല്ല, ഒരു സംശയം മാത്രമാണ്. ഒരുപക്ഷെ അമേരിക്ക കൊണ്ട് ഇറാനിൽ ഇട്ട ആ ഫൈറ്റർ ബി, അതിൻ്റെ ഒരു പ്രത്യാഘാതമായിരിക്കുമെന്ന് സംശയം. കാരണം ഫ്രാൻസ് കടലിൽ നടത്തിയ ഒരു വിസ്ഫോടനത്തിൻ്റെ സൈഡ് എഫക്റ്റാണ് ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും ഉണ്ടായത്. 80 അടി ഉയർത്തി വരെ ശവം കയറിയിരുന്നില്ല തെങ്ങിൻ്റെ മുകളിൽ. എന്തുമായിട്ട് ലോകം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെടിനിർത്തൽ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അതങ്ങനെയല്ല, വെടിനിർത്തൽ ലംഘിച്ചു എന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ കേട്ട വാർത്തയാണ്. എവിടെ എത്തി നമ്മുടെ രാജ്യം? വെളിവുള്ളവരും ബുദ്ധിയുള്ളവരും ഈ മാനവകുലത്തിൽ ഒന്നുമില്ലേ എന്ന് വേണം സംശയിക്കാൻ. ഈ സ്വയം നശിപ്പിച്ചിട്ട് എന്ത് നേടി നമ്മൾ? ഞങ്ങൾ പറയാറില്ല പോളിസി, നാം ഒരാളെ നശിപ്പിക്കുമ്പോൾ നാം എന്ത് നേടി നോക്കണം. നമുക്ക് നേട്ടമില്ലെങ്കിൽ ആ നശീകരണം കൊണ്ട് എന്ത് മെച്ചം? അപ്പോൾ ഇസ്രായേൽ ബോംബിട്ടാലും ഇറാൻ ഇട്ടാലും ആൾക്കാരെ കൊല്ലാം, കോടികൾ നഷ്ടപ്പെടുത്താമെന്നല്ലാതെ എന്ത് നേട്ടം അതുണ്ടാകും? ഞങ്ങൾ ഗസയിൽ പണം മുടക്കി യുദ്ധം ചെയ്ത ഇസ്രായേലിന് അതിന് 10 പണം ഉണ്ടെങ്കിൽ അതിന് 10 ഇരട്ടി സ്ഥലം വാങ്ങിക്കായിരുന്നു. അതിന് മാത്രം ചെലവ് ചെയ്ത് പണം എല്ലാം നശിപ്പിച്ചു, ആയുധങ്ങളെല്ലാം പൊട്ടിച്ചു. ഇനി റീബിൽഡ് ചെയ്യേണ്ടി വരും. നശിപ്പിക്കുക എന്നുള്ളത് ലോക തത്വമാണ്. അതിനൊന്നും എതിര് പറയുന്നില്ല. ഏതായാലും ഒരു കാര്യം ശ്രദ്ധിക്കാം, അതാണ് എനിക്ക് പ്രത്യേകം നിങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ഇന്നത്തെ എൻ്റെ വിഷയം അതല്ല, ഇറാൻ ഇറാഖ് യുദ്ധമല്ല. ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞു, കേരളത്തിലെ വോട്ടിൻ്റെ പാറ്റേൺ. അത് പല കോണിൽ നിന്നും സംശയരൂപയോടെ ചോദിക്കുന്നു. അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള ആ കണക്ക്. കാരണം അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റഡി ചെയ്തുകൊണ്ടായിരിക്കാം സംശയം വരുന്നത്. ഏതായാലും അവർക്ക് അറിവിലേക്കായിട്ട് നമ്മൾ ഒന്നുകൂടി പറയണം. അത് മാത്രം ഇന്ന് സംസാരിക്കില്ല, വേറൊന്നും സംസാരിക്കുന്നില്ല. ഒന്ന്, കേരളത്തിലെ ജനസംഖ്യ ഏത് രാജ്യത്ത് 100%ആണല്ലോ ഞാൻ മൊത്തം പറയുന്നത്, എല്ലാത്തെയും കുറിച്ച്. അങ്ങനെ കണക്കാക്കിയാൽ അതിൽ 23% ഈഴവ വിഭാഗം. പണ്ട് മന്നത്ത് പത്മാജി പറഞ്ഞല്ലോ, ജനിച്ച ചോനും പിഴച്ച നായരും നശിച്ച മാപ്പിളയും. ഈ മാപ്പിള നമ്മൾ ക്രിസ്ത്യാനി പെടും, മുസ്ലിം പെടും, രണ്ടുപേരും മാപ്പിള എന്ന് വിളിക്കാറുണ്ട്. അവരാണ് കമ്മ്യൂണിസ്റ്റ് ആകുന്നതാണ്. ജനിച്ച ചോനായിട്ട് ജനിച്ചവൻ കമ്മ്യൂണിസ്റ്റാണ്. ഇത് ഞാനൊരു പ്രായമുള്ള സ്ത്രീയായിട്ട് കണ്ട് സംസാരിക്കും വൈകിട്ട്. അപ്പോൾ അവരും പറഞ്ഞു, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റാണ്, നിങ്ങൾ ഈഴവ വിഭാഗത്തിൽപ്പെട്ടാണ്. അതെ, ഞങ്ങൾ ഈഴവരാണ്. എന്നാൽ ഈഴവ വിഭാഗത്തിൽ കഴിഞ്ഞ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ വരെ ഏതാണ്ട് 80% LDF അനുഭാവികൾ LDF വോട്ട് ചെയ്യുന്നതാണ്. 80%. അത് ഇത്തവണ മൂന്നാമതും പിണറായി വിജയൻ കയറാൻ സാധ്യതയുണ്ടെന്ന് തോന്നലുണ്ടെങ്കിൽ അത് 90% പേര് പറഞ്ഞു. 90% പറഞ്ഞ ബാക്കിയോടെ 10% ഉള്ളൂ. 10% എന്ന് പറഞ്ഞാൽ ആകെ 23, 25 23. അപ്പോൾ 4 കൂട്ടി 25. 4 പറയുമ്പോൾ ഏതാണ്ട് 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് ആവറേജ് സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ട് പ്രകാരം UDF കിട്ടാൻ സാധ്യതയുള്ളൂ. 100 ഈഴവൻ വന്ന് വോട്ട് ചെയ്യുമ്പോൾ
ഒരു വോട്ടാണ് UDF കിട്ടാൻ സാധ്യതയുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിക്കൊള്ളുന്നത്. ആകെ 25% അല്ലെങ്കിൽ 23 25 ആയിരിക്കും, 4-1. 100ൻ്റെ 90% പോയി ബാക്കി 10%. ആ 100ൻ്റെ 10% 4 കൂട്ടുമ്പോൾ 25. അപ്പോൾ ഇതാണ് 100 വോട്ട് ചെയ്യുമ്പോഴാണ് ഒരു വോട്ട് കിട്ടുന്നത്. വ്യക്തമാണ് കാര്യങ്ങൾ, കണക്ക് ഇതിക്കുള്ള മനസ്സിലായാലും നിങ്ങൾ ഇത് അറിയാവുന്ന അധ്യാപകരോട് ചോദിക്കുക, കണക്ക് ശാസ്ത്രം അറിയാവുന്ന അധ്യാപകരോട് ചോദിക്കുക. ഇതാണ് ഒരു വോട്ടാണ്. 100 പേര് വന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് ഈ ഒരു വിഭാഗത്തിൽ നിന്ന് UDF കിട്ടുന്നത്. മറ്റ് നായർ വിഭാഗം 9% കണക്ക് പറയുന്നത്. ഇപ്പം ഇന്നലെ ആരോ ഒരു 12 ഇടുന്നത്, എന്തുകൊണ്ട് 10% പിടിക്കുക. 10% കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ, കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ 60% വോട്ട് ചെയ്തിരിക്കുന്നത് BJPക്കാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? എൻ്റെ ഈ 19%, 20% വോട്ട് BJP കിട്ടിയിട്ടുണ്ട്. ഈ 20% വോട്ട് എവിടെ നിന്ന് കിട്ടുക? മുസ്ലിങ്ങളിൽ 10 വോട്ട്, ഒരു 10-100 വോട്ടല്ല, 1% പോലും കിട്ടില്ല. ക്രിസ്ത്യൻ സമുദായത്തിൽ വേണ്ടി 1-2% കൂട്ടാം. ഈ ഒരു വിഭാഗത്തിൽ നിന്ന് 80 പോലെ ബാക്കി 20% ഉള്ളിൽ ഒരു 10% കൂട്ടിയോ, പകുതി BJP പകുതി കൂട്ടിയോ. ബാക്കി നായർ വിഭാഗത്തിലെ 9%, 10%-ൽ 60% പോയിരിക്കുന്നതാണ്. അതാ പറയുന്നത്, 60% പോയിക്കാണ് നായർ വിഭാഗത്തിൽ BJPക്ക് അല്ലെങ്കിൽ സംഘപരിവാറിന്. അത് ഇത്തവണ NSS പരസ്യമായിട്ട് സംഘപരിവാർ അനുകൂലം പറഞ്ഞാലേ, ഇത്തവണ പുള്ളി സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നത്. അപ്പം അങ്ങനെ ഒരു ഏതാണ്ട് 70% എന്ന് പറഞ്ഞാൽ ആകെ 10%. അതിൻ്റെ 70% ബാക്കി 3%. അപ്പോൾ അത് മധ്യം നോക്കും. അതിൽ കുറേ 2% വോട്ട് എവിടെ പോവും? കോൺഗ്രസ് പോവും. പിന്നെ 2%, ഒരു 1% വോട്ട് കോൺഗ്രസ്, 1% BJP കമ്മ്യൂണിസ്റ്റ് പോവും. അങ്ങനെ പോകുന്ന ഏതാണ്ട് തുല്യം പോകുന്നത്. അതൊക്കെ കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് 110 വോട്ട് ചെയ്താലേ ഒരു വോട്ട് NSS കിട്ടുള്ളൂ, നായർ വിഭാഗത്ത് കിട്ടുള്ളൂ. ഞാൻ ഈ നായർ വിഭാഗം ഇന്നലെ ഒരാളുടെ പേര് വിട്ടുപോയി. നമ്മുടെ ആരാ വിട്ടത്? 4 നായർ, 5 നായരുണ്ട്. ഒന്ന് K മുരളീധരൻ, മുഖ്യമന്ത്രിയായിട്ട് ആഗ്രഹം K മുരളീധരൻ, ശശി തരൂർ, പിന്നെ പ്രതിപക്ഷ അത് സതീശൻ, രമേശ് ചെന്നിത്തല, നമ്മുടെ ഡൽഹിയിലെ അത് വേണുഗോപാൽജി. അപ്പോൾ 5 നായരാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ പരസ്യമായിട്ട് കച്ചകെട്ടി ഉടുപ്പ് വെച്ചിരിക്കുന്നത്. 5 നായർ. ഇരുവാസി സുരേന്ദ്രൻ്റെ അങ്ങനെ ഇല്ല, ഇപ്പോൾ ആരും ഇത്തവണ ഇല്ല. ആകട്ടെ അത് സുധാകരന് ചില മാറിയൊക്കെ ചാൻസ് കുറവാണ്. അപ്പോൾ ഈ 5 നായർ വിഭാഗത്തിൽ മുഖ്യമന്ത്രി ആഗ്രഹിക്കുമ്പോൾ ഇന്നലെ ഞങ്ങൾ പറഞ്ഞ്, നിങ്ങളിത് ഔദാര്യമായിട്ട് കണക്കാക്കണം മുസ്ലിങ്ങളെ, അല്ലാതെ അവകാശമാണ് കണക്കാക്കരുത്. എന്തുകൊണ്ടാണ്? ഈ 9% വരുന്ന നായർ വിഭാഗത്തിൽ 7 പോകുന്നത് BJPക്ക് മുന്നണിക്കാണ്. അപ്പോൾ പിന്നെ ബാക്കി എത്ര കിട്ടും? 110 വോട്ട് ചെയ്യുമ്പോഴേ ഒരു നായർ വോട്ട് UDF കിട്ടുള്ളൂ. സതീശൻജി മനസ്സിലാക്കണം, രമേശ് മനസ്സിലാക്കണം, പിന്നെ ശശിജി മനസ്സിലാക്കണം, വേണുജി മനസ്സിലാക്കണം, മുരളീധരൻജി മനസ്സിലാക്കണം. 110 വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് നായർ വിഭാഗത്തിൽ UDF കിട്ടുന്നത്. എന്നിട്ടാണ് നിങ്ങൾ 5 പേരും കേരളം മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അവകാശമാണെന്ന് പറയുന്നത്. ഞങ്ങൾ തന്നെ വരും, ആർക്കും ഇത് പറ്റൂല. ആയിക്കോട്ടെ, നമ്മളെ കുറ്റം പറയുന്നില്ല. ഇതൊക്കെ തുറന്ന് പറയാൻ തൻ്റെ ഉള്ള ഒരാളെങ്കിലും ഇന്ന് കേരളത്തിലുണ്ടോ? മിണ്ടൂല. അവരെങ്ങനെയെങ്കിലും ഈ നായർ വിഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ ജോൻ വിഭാഗത്തിൽ കൂടെ നിന്ന് കാക്കായും മാപ്പിളയാണ് കൂടെ നിന്ന് രാമൊളി ഒരു MLA ആന്ന് നോക്കുക, കഴിവെങ്കിലും മന്ത്രിയാന്ന് നോക്കുക, മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൾ. ഇന്നലെ VD സതീശൻ 10 അസംബ്ലി നടത്തിയപ്പോൾ 2 സ്റ്റൈലിൽ ഇരിക്കുന്നുണ്ട്. ഒന്ന് IB ഈഡൻ, ഒന്ന് അങ്കമാലി MLA. ഇപ്പോഴത്തെ ആലുവിൽ MLA ഉണ്ടായിരുന്നു. പിന്നെ DCC പ്രസിഡന്റ് ഇരുത്താൻ പറ്റില്ല, പക്ഷേ പുള്ളി MLA അല്ല. ആലുവിലെ MLA മണ്ടനാണ്, മണ്ടൻ ചില ബുദ്ധിശൂന്യമാണ്. അതെല്ലാം പറയും MLA. ഞാൻ അയാളോട് പറഞ്ഞു, KPC പ്രസിഡന്റ് നിങ്ങൾക്ക് ആകാൻ പറ്റും. അയ്യോ ഷാഹിക്കാത് പറയില്ലേ, പറഞ്ഞാൽ എനിക്ക് എൻ്റെ പാർട്ടി ഒതുക്കും എന്ന് പറയും. ശരിയാണ്. എന്നിട്ട് റോയി ജോണാട്ടോ അങ്കമാലി MLA. അപ്പോൾ മനസ്സിലായില്ലേ സതീശൻജിയുടെ ഒക്കെ ആ ഉള്ളിലിരിപ്പിൻ്റെ ആ ഇതല്ലേ. എന്നിട്ട് ഈ 90% വോട്ട് ചെയ്യുന്ന മുസ്ലിം സമുദായത്തിലെ നിങ്ങൾക്ക് പാവ കളിപ്പിക്കുകയാണ്, നിങ്ങൾ മണ്ടന്മാരാക്കാണ്. അതിന് ഒരിക്കലും സമ്മതിക്കില്ല സതീശൻജി. പേരെടുത്ത് പറയാം, ഈ സമുദായത്തിന്
ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് മറ്റ് സമുദായത്തിൽ കൊടുക്കുന്ന പോലെ അത്ര അല്ലെങ്കിലും ഒരേതാണ്ട് ഏക്കത്തൂക്കം ഒപ്പിച്ച് ഇത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ റോജി ജോണിനെ ഇരുത്തിയാലും മറ്റേ ഐബി എൻ്റെ സുഹൃത്ത് എൻ്റെ മകനാണെന്ന് ഞാൻ മകൻ എന്ന് പറയാം. കാരണം ജോർജ് എൻ്റെ മകൻ എൻ്റെ സുഹൃത്താണ്, അതേ മകൻ. എനിക്ക് യാതൊരു ഇഷ്ടക്കുറവില്ല, നല്ല പയ്യൻ. റോജി ഒരു ഇഷ്ടക്കുറവില്ല. പക്ഷെ എന്നാലും സതീഷിനൊക്കെ ചിന്തിക്കേ, അതാണ് ഇതൊന്നും ജനങ്ങൾ. അത് ഇന്നലെ ഞാൻ പറഞ്ഞ്, മുസ്ലിം ലീഗ് അല്ല, പിന്നെ സമസ്ത സുന്നി ലീഗ് അല്ല, അല്ലാത്ത ഒരു പറ്റം മുസ്ലിം സമുദായങ്ങളുണ്ട് ശക്തമായിട്ട് പുറത്ത്. അവർക്ക് പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല. അവർ നിഷ്പക്ഷമതികളും ബുദ്ധിശാലികളും കുശാഗ്ര ബുദ്ധിയുള്ളവരും ഒക്കെയാണ്. പഴയ ചാക്കച്ചവക്കാരല്ല. നമ്മുടെ എം എ മുഹമ്മദ് സാഹിബിൻ്റെ MES പ്രസിഡന്റ് എറണാകുളത്ത് കോട്ടയത്ത്, പിന്നെ ഇ എ മുഹമ്മദ്, ഇ അബ്ദുൽ ഖാദർ, ഇ എ ലത്തീഫ്, അങ്ങനെ 3 പേരാണ്. അത് അവർ കോട്ടയത്താണെങ്കിൽ ഇവിടെ തേക്കിൻ്റെ ബിസിനസ്സും തമ്പ് എക്സ്പോർട്ട് ബിസിനസ്സല്ല. അല്ലെ ഗ്യാസ് ഏജൻസി ഇട്ടപ്പോഴേ ആ കമ്പനി ചെയ്തപ്പോൾ ഒരു സ്വാമി ചോദിച്ചത്, മുഹമ്മദ് സാഹിബ് നിങ്ങൾക്ക് വല്ല പാട്ടക്കച്ചവടം കുപ്പി കച്ചവടം ചെയ്താൽ പോരെ, നിങ്ങളത് ഇതിലേക്ക് വരുന്നത്. തമാശക്കാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടോ? അതാണ്. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ കേവലം കുഞ്ഞാക്കാനെയും തങ്ങളെയും കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ സമസ്തേനെ പിടിച്ചുകൊണ്ട്, കാന്തപുരത്തിൽ പിടിച്ചുകൊണ്ടൊന്നും അധികാരത്തിൽ നോക്കണ്ട. അധികാരം കിട്ടണമെങ്കിൽ ഈ ബഹുഭൂരിപക്ഷം വരുന്ന 40% വരുന്ന ജനസംഖ്യയിൽ 95% UDF വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ അവരെ മാന്യമായിട്ട് പരിഗണിക്കണം. യാതൊരു കാരണവശാലും സമ്മതിക്കില്ലെങ്കിൽ മാന്യമായിട്ട് പരിഗണിക്കുക. എന്നാൽ നിങ്ങൾ ഒന്നും കൂടുതൽ കൊടുക്കണ്ട, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് ഒപ്പം കൊടുക്കണ്ട. പക്ഷേ പ്രത്യേക പരിഗണന വേണം. അതാ വീണ്ടും പറഞ്ഞത്. അല്ലെ 20 MP സ്ഥാനം കിട്ടിയിട്ട് നിങ്ങൾ തിരികെ കയറ്റിയില്ല. ഞാൻ തിരികെ കയറ്റിയില്ലേ ആരെ? ഒരു കാക്കാനെ. എന്നിട്ട് കാക്ക കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് പറഞ്ഞതാണ് ദൃഢപ്രതിജ്ഞ. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നതേ. നിങ്ങൾ അറബിക് സർവകലാശാല തുടങ്ങാത്തതിൻ്റെ പേരിൽ അവർ വന്ന് 4 പ്രാവശ്യം വന്ന് സമരം ചെയ്തില്ലേ? എവിടെ പോയി രമേശ് ജി ഉൾപ്പെടെ എല്ലാവരും? നിങ്ങൾ പറഞ്ഞാണ് ബൈബിൾ യൂണിവേഴ്സിറ്റി കിട്ടിയാലേ കൊടുക്കുള്ളൂ പറഞ്ഞു. 10 പൈസ കൊടുത്തില്ല. അതിനുശേഷം കുഞ്ഞാക്ക് ഉൾപ്പെടെ ടീം ഇതുവരെ മന്ത്രിസഭയിൽ വന്നിട്ടില്ല. 2 ടേം കഴിഞ്ഞ് 3ാമത്തെ ടേം വരാണ്. പറഞ്ഞാണോ? ഞാനിത് തുറന്ന് പറയുന്നത് ആരും തുറന്ന് പറയില്ല. എനിക്ക് എൻ്റെ ആഗ്രഹം വെച്ചാൽ LDF അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിന് ആഗ്രഹം LDF നിലനിൽക്കണം. UDF അധികാരത്തിൽ കയറിയാലേ LDF നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ LDF പോവും, UDF പോവും. അതാണ് ഇവിടുത്തെ BJPയുടെ ശ്രമം. ഞാൻ അവരൊരിക്കലും കുറ്റം പറയില്ല. അവരും രജിസ്റ്റേഡ് പാർട്ടിയാണ്, ഭരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അയാൾ എല്ലാ തന്ത്രം ഉപയോഗിക്കും. അതിലൊന്നും യാതൊരു ഇഷ്ടക്കുറവില്ല, അസൂയയില്ല. അതിലൊക്കെ കൗണ്ടറായിട്ട് നിങ്ങൾ കണ്ടോളണം. അതാണ് പറയുന്നത്. അപ്പോൾ പറയുമ്പോൾ എന്നിട്ട് അപ്പോൾ എത്ര ക്രിസ്ത്യാനി വോട്ട് കിട്ടുന്നുണ്ട്? നിങ്ങൾ KPCCയുടെ പ്രസിഡന്റ് ആകണം, ഒരു ക്രിസ്ത്യാനി ആക്കണം എന്നില്ലേ? അത് ഞങ്ങളാണ് ആദ്യം പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞതാണ് IBയുടെ ആക്ക് പ്രസിഡന്റായിട്ട്. ഒരു കുഴപ്പം, ചെറുപ്പക്കാരൻ പയ്യാണ്. ഒരിക്കലും കോൺഗ്രസ് പാർട്ടി വിറ്റുപോകില്ല, കോൺഗ്രസ് തലവേദന ആവില്ല. ജോർജേട്ടൻ്റെ മകൻ, എനിക്കറിയാം അവരെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ വർഗീയമാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ് കോൺഗ്രസിൻ്റെ ഒരു കത്തോലിക്കിന് കൊടുത്തില്ലെങ്കിൽ ഭരണം കിട്ടൂല എന്ന് പറഞ്ഞു. എത്ര വോട്ടുണ്ടോ കത്തോലിക്കിന് വോട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ട്? 16% ആകെയുള്ളത്. അത് 6% ദളിത് കൺവേർട്ട് ക്രിസ്ത്യൻ. അവർ സ്വർഗത്തിൽ നരകിലെത്താവത്തിൽ നിൽക്കുകയാണ് തൃശങ്കുവിൽ. ബാക്കി 10% അല്ല 4% ഉയർന്ന കത്തോലിക്കുകൾ, ബാക്കി 6% പിന്നോക്ക കത്തോലിക്കനാ. എന്തുവാകട്ടെ. അപ്പം അങ്ങനെ വരുമ്പോൾ അതിലൊരു 50% വോട്ട് എന്ന് പറഞ്ഞാൽ 5 വോട്ടാണ് കിട്ടിയത് UDFന്. ബാക്കി 3 വോട്ട് ക്രിസ്ത്യാനിക്ക് പോകും, 2 വോട്ട് BJPക്ക് പോകും. എന്ന് പറഞ്ഞാൽ 100 ക്രിസ്ത്യാനി വന്ന് വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ടാണ് UDFന് കിട്ടാൻ സാധ്യതയുള്ളത്. ഇത് കണക്കുകളാണ്. ഇപ്പം പകലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും, ഇപ്പം രാത്രിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. ഇല്ല, ഇപ്പം പകൽ സ്ഥലമുണ്ട്, തന്ത്രമുണ്ട്. അപ്പോൾ സംശയമുണ്ട്. അത് കണക്ക് 4-3-7 നിങ്ങൾ ചൊവ്വയിൽ പോയാലും ചന്ദ്രനിൽ പോയാലും 4-3-7 തന്നെ, യാതൊരു വ്യത്യാസമില്ല. 2 ഇടത് കൈയും വലുത് കൈയും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഇടത് കണ്ണും വലുത് കണ്ണും ഒരേപോലെ യാതൊരു വ്യത്യാസമില്ല. എന്ന് പറഞ്ഞ പോലെ ഇതൊരു കണക്കാണ് പറയുന്നത്. സയൻസാണ്, ശാസ്ത്രമാണ്, ഫിലോസഫിയാണ്, സൈക്കോളജിയാണ്. ഇതൊന്നും വെല്ലുവിളിക്കാൻ ആർക്കും സാധിക്കില്ല. കറക്റ്റ് പറയണം. അപ്പം 100 ക്രിസ്ത്യാനി വന്ന് വോട്ട് ചെയ്താൽ 5 വോട്ടാണ് UDFന് കിട്ടാൻ സാധ്യതയുള്ളൂ. മനസ്സിലാക്കണം. എന്നിട്ട് അവർക്കും വേണം മുഖ്യമന്ത്രി. ഓക്കെ, സമ്മതിച്ചു, ആയിക്കോട്ടെ. ഞങ്ങൾക്ക് പരാതിയില്ല, മുസ്ലിങ്ങളെ സംബന്ധിച്ച് പരാതിയില്ല. നായർ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈഴവൻ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, പുലയനായിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, മുസ്ലിം വെച്ച് ആര് മുഖ്യമന്ത്രി ആയാലും മുസ്ലിം സംഭവമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഞങ്ങൾക്ക് അർഹതപ്പെട്ടെന്ന് അറിയാം. അപ്പോൾ നമ്മൾ വിട്ടുവെച്ച് കൊടുക്കുകയാണ്. അതാണ് ദൈവം എന്നാണ് കുട്ടിയോ. അത് നമുക്ക് സങ്കടമില്ല. അപ്പോൾ എത്രയായി കിട്ടി?
ക്രിസ്ത്യൻ സമുദായത്തിന്. ഈഴം തീർന്നു, നായർ തീർന്നു, പിന്നെ ദളിത് 10% ആകെ. ദളിത് ട്രൈബും പിന്നെ പട്ടികജാതി വർഗവും പട്ടികജാതി പട്ടികവർഗം തമ്മിൽ 10%. അതിൽ 60% കൂടുതലും LDF വിഭാഗികളാണ്. അപ്പോൾ അവർ ഏതാണ്ട് 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടേ കിട്ടുള്ളൂ. ഇത് കണക്കല്ലേ സതീശൻ. ഞാൻ VD സതീശനോടൊക്കെ അല്പം ബോധമുള്ള രാഷ്ട്രീയക്കാർ VD സതീശനാണ്. VD സതീശൻ കുശാഗ്ര ബുദ്ധിക്കാരാണ്, അറിയാൻ കാര്യങ്ങൾ. അങ്ങനെ വേണം. അതിൽ എനിക്ക് അഭിമാനമുള്ള ഒരു ഇഷ്ടക്കുറവില്ല. VD സതീശനോട് ഞാൻ പറയും, നിങ്ങൾക്ക് കണക്കറിയാൻ കാര്യങ്ങൾ അറിയാം. മറ്റുള്ള പറഞ്ഞിട്ട് പറഞ്ഞില്ല. രമേശോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം രമേശോട് പറഞ്ഞ് കാര്യമില്ല പറയാം. കാരണം കേവലം 9% നായർ വിഭാഗം, അതിൽ 1/3 പോലും NSSന് അനുഭാവികളും മെമ്പർഷിപ്പില്ല. അതിനെ കൊണ്ട് പറയിപ്പിച്ചില്ല ഉമ്മൻചാണ്ടി എടുത്ത് മുഖ്യ സ്ഥാനം നായർക്കോടുന്ന്. തീർന്നല്ല കൂടി. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പാവമാണ് അവർക്കൊന്നും, വക്രബുദ്ധിയില്ല. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, കരുണാകരൻ കൂടെ നിന്ന് കരുണാകരൻ മകളെ പോലെ നിന്ന് 27ാമത്തെ വയസ്സ് 27ാമത്തെ വയസ്സ് മന്ത്രിയായി അങ്ങനെ പോയതാണ്. യാതൊരു അധ്വാനം ചെയ്യാതെ വന്നാണ്. VD സതീശനല്ല, കാര്യം ഗൗരവമുണ്ട്, കാര്യം ഗിരക്കിര. അത് കുഴപ്പമില്ല, അത് നല്ല കാര്യം തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ, VD സതീശൻ്റെ ബുദ്ധി അറിയണമെങ്കിൽ ഇത്ര പരസ്യമായിട്ട് VD സതീശൻ്റെ മനസ്സ് തുറന്ന് ഇങ്ങനെ പറയാൻ മൊയ്തീൻ ഷാക്കൽ ആർക്കുണ്ടോന്ന് കേരളത്തിൽ ധൈര്യവും അറിവും? എന്താണ് VD സതീശൻ ആ ബുദ്ധി കോൺഗ്രസ് പല നേതാക്കൾക്ക് മനസ്സിലായില്ല. ആ തന്ത്രം അൻവറിനെ കൂടെ നിർത്തി ഇലക്ഷനിൽ ജയിച്ചിരുന്നെങ്കിൽ അതിന് ക്രെഡിറ്റ് മുഴുവൻ അൻവറിന് പോവും. മനസ്സിലാകുന്നോ? ജൈബിയുടെ തൊട്ടടുത്തിരുന്നല്ലോ, ജോൺ കുര്യാക്കോസ് തൊട്ടടുത്തിരുന്നല്ലോ. നിങ്ങൾ മനസ്സിലായി? നിങ്ങളുടെ നടുക്കിരുന്ന VD സതീശൻ്റെ ബുദ്ധിയും തന്ത്രവും മനസ്സും പറയോ? നിങ്ങൾക്കറിയില്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് VD സതീശൻ അൻവറിനെ ഏകണ്ഠമായിട്ട് UDFിലെടുത്ത് ഒരു ഇലക്ഷൻ നേരിട്ട് അവിടെ ജയിച്ചാൽ VD സതീശനോട് ചിത്രത്തിലില്ല, അൻവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അൻവറിനെ പുറത്ത് നിർത്തിയിട്ട് വേണം. അപ്പോഴാണ് അങ്ങനെ VD സതീശൻ അതിൽ പേരെടുത്ത്. തെറ്റില്ല, അതാണ് ബുദ്ധി രാഷ്ട്രീയം. തന്നെയല്ല, എന്തായിരിക്കാം രാഹുലിനെ വിട്ട് രാത്രി ചർച്ച ചെയ്ത്? ഇത് തന്നെയാണ്. നിങ്ങൾ മുന്നണിയിൽ നിൽക്കട്ടെ, നിങ്ങൾ പുറത്ത് നിന്നിട്ട് LDFിന് വിമർശിക്കും, ഒപ്പം തന്നെ എന്നെയും വിമർശിച്ചോ. അപ്പോൾ എന്താ പറയുക, അപ്പോഴേ ഞാൻ നിങ്ങളുടെ മിത്രാന്ന് തോന്നില്ല. എന്നിട്ട് ഇലക്ഷൻ ജയിച്ച് 10,000 വോട്ടിന് മുകളിൽ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റാണ്. നിങ്ങളായ ആളിപ്പോൾ ആ ഒരു ബുദ്ധി ആർക്കുണ്ട്? രമേശുണ്ടോ? പിന്നെ നമ്മുടെ മുരളീധരനുണ്ടോ? ശശി തരൂരുണ്ടോ? ശശി തരൂർ കാണിക്കുന്നത് മഹാമണ്ഡത്തരല്ലേ. ഈടോ ശശി തരൂരെ, നിങ്ങൾ വിശ്വപൗരനാണല്ലോ. നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അന്തസ്സായിട്ട് ആ പാർട്ടിയിൽ ഓർത്ത് നിൽക്കണം, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം. നിങ്ങൾ പകൽമാന്യം ചമച്ചിട്ട് ഇത് എത്രയും തുറന്ന് ആരുമല്ല. ആകെ കൂടി പറഞ്ഞത് മുരളീധരൻ മാത്രമാണ് അങ്ങനെ ചീത്ത. അങ്ങനെ മുരളീധരൻ അത് കഴിവാണ്, ബാക്കി ആരും വേണ്ടുന്നില്ല. ശശി തരൂരൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം പുറത്തു പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഈ 2 വഞ്ചിയിൽ കാലിയായിട്ട് അത് വേണ്ട. അത് പറയുന്ന നാട് ശീല അമ്മയുടെ അച്ഛൻ്റെ മടിയിൽ ഇരുന്നിട്ട് അമ്മയുടെ മുല കുടിക്കുന്നതാണ്. കൊച്ചിനാഗ്രഹം അച്ഛൻ്റെ മടിയിരിക്കും, പക്ഷെ അമ്മയുടെ മുല രണ്ടും നടക്കുമോ? നടക്കുമായിരിക്കും കേട്ടോ, അത് പറഞ്ഞു മാറ്റിയിരിക്കും. അതുപോലെ BJP ഗവൺമെൻറ് മോഡിയെ പിന്നെ എതിർക്കാതെ കോൺഗ്രസ് നിന്ന് സ്ഥാനം മാറിക്കിടും. ഏടോ ശശി തരൂരാന്ന് നിങ്ങളോട് ചോദിക്കട്ടെ. ബുദ്ധിമാനാണല്ലോ നിങ്ങൾ, വിദ്യാസമ്പന്നനാണ്, സുന്ദരനാണ്. എന്താ നിങ്ങൾക്ക് പോരായികളെ? ഒന്നും ഒരു പോരായില്ല. പ്രൈം മിനിസ്റ്റർ പോലെ രാജീവ് ഗാന്ധി പോലെയൊക്കെ സുന്ദരനാണ്, വിദ്യാഭ്യാസം, സമ്പത്തുണ്ട്, പാരമ്പര്യമൊക്കെ ഉണ്ട്. നിങ്ങൾ ആകെ മെമ്പർഷിപ്പ് എടുത്തിട്ട് ആദ്യമായിട്ട് വോട്ട് ചെയ്ത് അന്ന് തന്നെ നിങ്ങൾ MP ആയില്ലേ? നിങ്ങൾ ആദ്യം വോട്ട് ചെയ്താൽ നിങ്ങൾ MP ആയില്ലേ? 4 പ്രാവശ്യം MP ആയില്ലേ? ഈ ബാക്കികളൊക്കെ ചെറുക്കാൻ നിൽക്കണം. ഞാൻ ഈ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് എൻ്റെ അടുത്ത് ഞാൻ പറയുന്നത് സങ്കടം വെച്ചാൽ ഇപ്പോൾ സതീശൻ്റെ 5ാമത് പ്രാവശ്യം MLA, 5 പ്രാവശ്യം MLA ആയിരിക്കുക. ഇനി 6ാമതാകാൻ പോകണം. ഉമ്മൻചാണ്ടി 8-10 പ്രാവശ്യമായി. ഈ അരിയുടെ മുമ്പ് 4-5 വട്ടമായിരുന്നു പറഞ്ഞത്. അങ്ങനെ കോൺഗ്രസ് എല്ലാവരും 5-10 പ്രാവശ്യം MLA ആണെന്നേ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ ബാക്കി ജനങ്ങളും ഈ കോൺഗ്രസ് അനുഭാവികളും പ്രവർത്തകർക്കും ചുമരെഴുതാനും വോട്ട് പിടിക്കാനും നടത്തി അവർക്കും വേണ്ടി ഈ അധികാരത്തിൻ്റെ ശീതളച്ഛായ അനുഭവിക്കണ്ടേ? അത് കൊടുക്കണ്ടോ? ഇനിയും ഒരു 100 കൊല്ലം എന്നാലും സതീശ് MLA ആവും. ഇതെന്ത് ന്യായമാണെന്നേ. അവിടെയാണ് ഈ പിണറായി സഖാവിൻ്റെ അല്ലെങ്കിൽ വിജയൻ സഖാവിൻ്റെ ഒക്കെ നമ്മൾ കാണുന്നത്. 2 പ്രാവശ്യം പിണറായി സഖാവിനെ ഒഴിവാക്കി. അതുപോലെ VD സതീശ് നമുക്ക് വേണ്ടി ഒഴിവാക്കാം. കാരണം KPCC അല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷ നേതാവായതുകൊണ്ട് വേണമെങ്കിൽ ഒരു എക്സെപ്ഷൻ കൊടുക്കാം, ഞാനത് കുറ്റപ്പെടുത്തില്ല. പക്ഷെ ആലോചിച്ച് നോക്കുക, നിങ്ങളെക്കാൾ മിടുക്കന്മാർ കേരളത്തിൽ കോൺഗ്രസ്സിലുണ്ടെന്നേ. അവർക്കൊന്നും പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ 5 പ്രാവശ്യം ഇപ്പോൾ 6ാമതായിരിക്കുകയാണ്. ഇനി മുഖ്യമന്ത്രിയാണുള്ള ശ്രമമാണ്. അതൊന്നും കുറ്റമല്ല, രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ.
പക്ഷെ പറഞ്ഞ ശശി തരൂരോട്, ആ ശശി തരൂർ നിങ്ങൾ 4 പ്രാവശ്യം MP ആയി ആസ്വദിച്ചില്ലേ എന്ന് നിങ്ങൾ ആ പാർട്ടിയോട് എന്തെങ്കിലും കൂറ് കാണിച്ചോ? നിങ്ങൾ ഇനി ചെയ്യേണ്ടത് കോൺഗ്രസ് രാജിവെച്ച് അൻവർ ചെയ്ത പോലെ നിങ്ങൾ മത്സരം ജയിക്കണം. അടുത്ത് തലവെത്തി സ്വതന്ത്രമായി നിന്ന് ജയിക്കണം. അടുത്ത് തലവെത്തി പറഞ്ഞു കോൺഗ്രസിനെ മുഖത്ത് നോക്കി പറഞ്ഞു നീ പോടാ പുല്ലെന്ന്. അല്ല, കോൺഗ്രസ് വോട്ട് വാങ്ങിച്ച് സാധാരണക്കാർ വെയിൽ കൊണ്ട് കിടന്ന് വോട്ട് വാങ്ങിച്ചിട്ട് അവർ ജയിച്ചിട്ട് നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി വാദിക്കാതെ രാജ്യസ്നേഹം കാണിച്ചോ. എനിക്ക് രാജ്യസ്നേഹമുണ്ട്, ഞാൻ ജനിച്ച നാട് ഭാരതമാണ്, ഭാരതം നമ്മുടെ രാജ്യം തന്നെയാണ്. ഈ സ്നേഹം കൊണ്ട് ഒരു കുഴപ്പമില്ല, ഭാരതത്തിന് പോരായി എന്നല്ല. ഞാൻ നിങ്ങൾക്കൊരു പാർട്ടി നിൽക്കണ പാർട്ടിക്ക് കൂടി പ്രാധാന്യം കൊടുക്കണം. അത് ഏതുപോലെ ഞാൻ മുസ്ലിമാണ്, അത് ഞാൻ അഭിമാനിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഒരു ഒരുപടി മുന്നിൽ അല്ലെങ്കിൽ ഒപ്പം തന്നെയാണ് രാജ്യസ്നേഹം കാണിക്കുന്നത്. രാജ്യത്തെ നമ്മൾ സ്നേഹിക്കുകയാണ്, ആരും സംശയക്കാത്തില്ല, കറ തീർന്ന രാജ്യസ്നേഹിയാണ്. അതുപോലെ നിങ്ങൾ പാർട്ടിയുടെ കൂറ് കാണിക്കണം. അത് കാണിക്കണ്ടോ? കോൺഗ്രസ് സംസ്കാരം നിങ്ങൾക്കറിയാമല്ലോ. ആ കോൺഗ്രസ് സംസ്കാരം അറിയാം. നിങ്ങൾ AICCയുടെ സമ്മതം ഇല്ലാതെ നിങ്ങൾ മത്സരിക്കാൻ വലുത്. ഇന്നലെ സേഹൻ കുമാറിനെ RJയുടെ പ്രസിഡന്റായിട്ട് വീട് നോമിനേഷൻ ഇലക്ഷൻ നോമിനേറ്റ് ചെയ്ത് വേറെ ആരും ഇവിടെ ഉണ്ടായില്ല. കാരണം ശരിയല്ല, ശരിയാവില്ല. അതുപോലെ നിങ്ങൾ അങ്ങനെ മത്സരിച്ച് അത് നല്ല ബുദ്ധിയാന്ന് ഞാൻ പറയുന്നില്ല. കോൺഗ്രസ് നിന്നുകൊണ്ട് ബാക്കി പാർട്ടികൾക്ക് കുഴപ്പമില്ല. എന്തുമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കോൺഗ്രസിൻ്റെ സന്തോഷം രാജിവെച്ച് ആ ഇനിയുണ്ടല്ലോ 5-4 വർഷത്തിനുള്ളില്ലേ പാർലമെന്റിൽ തിരുവനന്തപുരത്ത് നിങ്ങൾ മുന്നേൽക്കണം. അല്ലെങ്കിൽ BJPയുടെ ഉപരാഷ്ട്രപതി ആക്കാൻ പോകുന്നൊക്കെ വിദേശകാര്യ സെക്രട്ടറി ആക്കുമ്പോൾ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല, പരിശോധിച്ചേ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആത്മാഭിമാനം നിങ്ങളുടെ അന്തസ്സ് വഹിക്കണം. നിങ്ങൾ തെളിയിക്കണം, രാജിവഹിക്കണം. അവിടെ കോൺഗ്രസ് വോട്ടിൽ കിട്ടി ജയിച്ചു, എനിക്കത് വേണ്ട. എന്നിട്ട് സ്വതന്ത്രമായി ഇവിടെ മത്സരിക്കണം, ജയിക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഞാൻ പൊന്മോലിട്ട് തരും. എൻ്റെ പൈസ അല്ലെങ്കിൽ ഒരു പൊന്മോലിട്ട് തരാം. അപ്പോഴും നിങ്ങളുടെ കഴിവുള്ളൂ. ഇത് കോൺഗ്രസ് വോട്ട് വാങ്ങി ജയിച്ചിട്ട് കോൺഗ്രസിനെ പിന്നെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും എതിർക്കുക അല്ലെങ്കിൽ ഒളിയം എഴുതാന്നില്ല, അത് ബുദ്ധിയല്ല സർ. ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കാര്യത്തിൽ കിടക്കാണ്. അപ്പോൾ പിന്നെ ആരാണ്? അപ്പോൾ ഇത്രയൊക്കെ വോട്ട് കിട്ടിയാണ് UDF കിട്ടാൻ സാധ്യതയുള്ളത്. പക്ഷെ പിന്നെ എവിടെ നിന്നാണ് ഈ വോട്ട് കിട്ടി ഇത്രയും കാലം? ഇപ്പോൾ RSS പറയുമ്പോൾ 40% മുസ്ലിങ്ങൾ പോട്ടെ, അല്പം കുറച്ചോ അത്ര മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടി. മുസ്ലിം ലീഗിന് നക്കാപ്പിച്ച കൊടുത്ത് ബാക്കിയെല്ലാം കോൺഗ്രസ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു പണിയെടുക്കാതെ നിനക്കെത്താൻ എനിക്കെത്താൻ പങ്കിട്ടാണ് ഈ കുറേ വർഷം പോയത്. ഇനി നടക്കൂല. കഴിഞ്ഞ സർവകലാശാലക്ക് അനുവാദം കൊടുക്കാത്ത പേരിൽ മുസ്ലിം മാറി. ഇപ്പോൾ 2% മുസ്ലിങ്ങൾ മാറിയുള്ളൂ. അപ്പോഴാണ് 99 സീറ്റായത് LDFന്. എന്താ കാരണം? കേരളത്തിൽ 60ഓളം സീറ്റുകൾ 500 മുതൽ 2000 സീറ്റ് വോട്ട് ഭൂരിപക്ഷം നിൽക്കുന്നത്. 60ഓളം സീറ്റുകൾ 500-നും 2000-ത്തിനും എടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ 1001 വോട്ട് മാറിയാൽ ആ സീറ്റെല്ലാം ഇതുപോലെ തിരിച്ചു വരും. അങ്ങനെ മുസ്ലിം സമുദായം ഒരു വോട്ട് മാർച്ച് ചെയ്തപ്പോഴാണ് ഇത്രയും കിട്ടിയത്. അല്ലാതെ LDF ഈ അടുത്ത കാലത്തൊന്നും അവർ ശക്തി കൂട്ടിയിട്ടില്ല. ഇത് മനസ്സിലാകുന്നുണ്ടോ? കുഞ്ഞാക്കൊക്കെ മനസ്സിലാകുന്നു, ലീഗ് മനസ്സിലാകുന്നുണ്ടോ, തങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, ഈ സതീഷിന് മനസ്സിലാകുന്നുണ്ടോ എവിടുന്നാണ് വോട്ട് കിട്ടിയത്? അപ്പം അങ്ങനെ നിൽക്കും. ബാക്കിയുള്ള 40% വരുന്ന വോട്ടിൽ ഒരു 3% മാത്രമാണ് LDFന് പോകുള്ളൂ. ആകെ 10% മുസ്ലിങ്ങളുടെ വോട്ടാണ് LDFനുള്ള വർഷങ്ങളായിട്ടുള്ളത്. ഇത് കോൺഗ്രസിൻ്റെ പിന്നെ ഏതാണ് ഈഴവ വിഭാഗത്തിന് 80% കിട്ടുമ്പോൾ മുസ്ലിം സമുദായത്തിന് 10% വോട്ട് LDFനുള്ളൂ. അതാണ് ഒരു മന്ത്രി 1.5 മന്ത്രി കൊടുക്കുക. നമ്മൾ മിണ്ടുന്നില്ല, കാരണം വോട്ടില്ല. അതുപോലെയാണ് അതേ സ്ഥാനത്ത് ബാക്കിയുള്ള വോട്ട് ഇതിൽ ഇപ്പോൾ ഇത്തവണ കുറച്ച് കുറയും. ആ ഈ 10% വോട്ടുണ്ടായ സമയത്ത് 2% കൂടി മുസ്ലിങ്ങളെ അറബിക് സർവകലാശാലയുടെ പ്രശ്നം കാരണം ആ 2% കൂടിയപ്പോൾ അവർക്ക് 99 സീറ്റായത് കോൺഗ്രസ് തോറ്റുപോയത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ 40% വളരെ കുറച്ച് വോട്ടാണ് LDFന് പോകുന്നത്. ബാക്കി എന്നത് 38 വോട്ടും. അതായത് എന്താ വെച്ചാൽ 100 വോട്ട് ചെയ്യുമ്പോൾ 38 വോട്ടും UDFന് കിട്ടുന്നത്. അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. അത് UDFന് മഹത്വം കൊണ്ടോ അല്ലെങ്കിൽ LDFൻ്റെ പോരായി കൊണ്ടോ അല്ല. രണ്ടും ഒന്നേ പോലെ ഒരേ മുഖത്തിൽ കെട്ടാവുന്നതാണ്. പക്ഷേ എന്താ വെച്ചാൽ LDF നിലനിൽക്കണം. LDF നിലനിൽക്കണമെങ്കിൽ ഇത്തവണ UDF ജയിച്ചു തീരൂ. UDF ജയിച്ചാൽ LDF നിലനിൽക്കും, അല്ലെങ്കിൽ LDFും പോകും UDFും പോകും. അതാണ് ബുദ്ധിയുള്ളൊരു BJPയുടെ തന്ത്രം. അത് ഞാൻ അവരൊരു കുറ്റം പറഞ്ഞില്ല കേട്ടോ, അത് രാഷ്ട്രീയമാണ്. അതിനൊരു മാറ്റം വരുവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. ഞങ്ങൾ ഇനി മുസ്ലിം സമുദായം, ഞാനല്ല. അപ്പം അതാണ് വിഷയം. ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പറയട്ടെ, ഈ 100 വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ട് കിട്ടുന്ന ആ രൂപത്തിൽ ഈ 5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയോട് ചോദിക്കുകയാണ്, ഇത് മുസ്ലിം സമുദായത്തിൻ്റെ ഔദാര്യമല്ലേ, അല്ല നിങ്ങളുടെ അവകാശമാണോ?
എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും വോട്ടുള്ള മുസ്ലിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം ആകുന്നില്ല? അത് ചില രാഷ്ട്രീയ പശ്ചാത്തലം, സാമൂഹിക പശ്ചാത്തലം, ചില ചരിത്രപരമായ പശ്ചാത്തലമുണ്ട്. ഹിസ്റ്റോറിക്കൽ ബേസ്മെന്റ്, ചരിത്ര പശ്ചാത്തലം. അതെന്നുവെച്ചാൽ 4 വിഭാഗം അങ്ങനെ മുഖ്യമന്ത്രിയൊക്കെ നിൽക്കട്ടെ, ഒരു മുസ്ലിം ആനയൊക്കെ നല്ലത് എന്തുകൊണ്ടും ഒരു നായരാകുന്നതാണ് നല്ലത് എന്നാണ് മുസ്ലിങ്ങളുടെ തീരുമാനം. നായരല്ല ഇനി ഈഴവൻ വേണമെങ്കിൽ ആയിക്കുവാൻ തടസ്സമൊന്നുമില്ല, ഇനി പുലയനായാലും തടസ്സമില്ല, ക്രിസ്ത്യൻ ഞങ്ങൾക്ക് തടസ്സമില്ല. പക്ഷേ പരിഗണന വേണം. മറ്റുള്ള കൊടുക്കുന്നതിന് ഒപ്പം ഇല്ലെങ്കിലും ഏതാണ്ട് തുല്യമായിട്ട് സാമൂഹ്യ നീതിക്ക് തുല്യമായിട്ട് വേണം. അത് ചെയ്തില്ലെങ്കിൽ ഇന്നലെ പറഞ്ഞൊരു അപകടമാണ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മനസ്സിലായില്ലേ? ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞു നിർത്താം, അതൊന്നും രാഷ്ട്രീയക്കാരന് പറയേണ്ട കാര്യം. ഈ ഫസൽ കാരാട്ട് എന്നൊരു ചാനലുകാരുണ്ട്, ഈ വയറ്റിപ്പഴപ്പ് വേണ്ടിയാണ് സംഘപരിവാരം പോയിട്ട് എന്തെങ്കിലും സഹായം കിട്ടും, അത് ജീവിച്ചു, നമ്മളത് കുറ്റവും പറയുന്നില്ല. പക്ഷേ ഫസലെ ഞാൻ മോനെ BJP ഇറാൻ അനുകൂലമാണ്, BJP ഗവൺമെൻറ്. അതറിയാതെ നീ ആവശ്യമില്ല വിധം പറഞ്ഞാൽ സംഘപരിവാർ പണം കൂട്ടോ. ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാക്ക്. ഇറാൻ അനുകൂലമാണ് ഇന്ത്യ ഭരിക്കുന്ന BJP ഗവൺമെൻറ്. അത് ഞാൻ ഇറാന് വെറുതെ ആവശ്യമില്ലാതെ ചൊറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് സംഘപരിവാറിന് ഇഷ്ടാവില്ല, ഓർമ്മ വേണം, കിട്ടുന്ന പൈസ പോവും. ഫസൽ റസാഖാണ്, എല്ലാവരും ഫസൽ റസാഖിനെ ഫസൽ കാരാട്ടിനെ തെറി പറയണം. ഞാൻ തെറിയൊന്നും പറയുന്നില്ല, അത് എൻ്റെ സംസ്കാരം പറ്റിയല്ല. ജീവിക്കാൻ വയറ്റിപ്പോയിട്ട് പ്രശ്നമാണ്, അതൊന്നും ഞാൻ കുറ്റം പറയില്ല. ആയിക്കോട്ടെ, എന്തെങ്കിലും കിട്ടുന്ന പൈസ വാങ്ങിച്ച് ജീവിച്ചോ. പക്ഷേ ബുദ്ധിപോലെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നാശം വരും. ഇത്രയും കാര്യം പറഞ്ഞ് ഞാൻ പറഞ്ഞ് നിർത്താണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധയിൽപ്പെടണം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ടെക്നിക്കൽ നോളജും മറ്റ് സംവിധാനവും കഴിവൊക്കെ അറിയില്ലേ. ഈ ബ്രിട്ടൻ്റെ യുദ്ധക്കപ്പലിൽ നിന്നൊരു വിമാനം വന്ന് നമ്മുടെ അതിർത്തി ലംഘിച്ചപ്പോഴേ നമ്മുടെ റഡാർ സിസ്റ്റത്തിൽ ബ്ലോക്ക് ചെയ്ത് അവന് അനങ്ങാൻ പറ്റാത്തതിൽ കിടക്കാണ് ഇപ്പോൾ ട്രിവാൻഡ്രത്ത്. 7-8 ദിവസമായി. ആദ്യം പറഞ്ഞത് എന്താണ്, ഇപ്പോൾ യുദ്ധം തീർന്നുപോയി. രണ്ടാമത് പ്രകൃതി ക്ഷോഭം. മൂന്നാമത് പറഞ്ഞത് മിഷൻ യന്ത്ര തകരാറ്. ഇതൊന്നുമല്ല, നമ്മുടെ അതിർത്തി ലംഘിച്ചതിൻ്റെ പേരിൽ റഡാറിൽ സിസ്റ്റത്തിൽ കൂടി ലോക്ക് ചെയ്തിട്ടേക്കാണ്. അത് ഓൺ ചെയ്യാൻ അമേരിക്ക ബ്രിട്ടൻ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ ചെയ്യണം. അതാണ് പോകാതിരിക്കുന്നത്. ഇനി ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ടെക്നോളജി, നമ്മുടെ കഴിവും അത്ര കണ്ട് ഇന്ത്യ മറ്റുള്ള മുമ്പിൽ തലയുയർത്തി നിൽക്കുകയാണ്, ശക്തമാണ്. മറ്റെന്തൊക്കെ പറഞ്ഞാലും അത് നമ്മുടെ പട്ടാളക്കാർക്കും നമ്മുടെ സർക്കാരിനും എല്ലാ കോൺഗ്രസ് ഗവൺമെൻറ്റും ഇപ്പോഴത്തെ ഗവൺമെൻറ്റൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം ആര്യം നല്ലത് തന്നെയല്ലേ. അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു. ജയിക്കണം.